ലാൽസലാം റെക്കോർഡുകളെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് ദൃശ്യം 3 കുതിപ്പ് തുടരുകയാണ്. മൂന്നാം ദിനം ഈ ഒരു ശനിയാഴ്ചയും റെക്കോർഡ് കളക്ഷനാണ് പ്രീസെയിലൂടെ വന്നിരിക്കുന്നത്. 7 കോടി കടന്നിരിക്കുന്നു. 2200 മുകളിലുള്ള ഷോകളിൽ നിന്ന് ഏകദേശം 3,80,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. തിയേറ്റർ ഓക്യുപ്പൻസി വന്നിരിക്കുന്നത് 62%. അതെ, ഒരു സിനിമ ഏത് റേഞ്ചിലേക്ക് എത്തുമെന്നുള്ളത് കാണണമെങ്കിൽ അത് ദൃശ്യം തന്നെ കാണണം. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് അത് മോഹൻലാൽ എന്ന നടൻ്റെ ആ ഒരു നടനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ഈ റേഞ്ചിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ സിനിമയിൽ വേറെ ഒരാൾക്കും ഇത്രത്തോളം വലിയ ഒരു താരസിംഹാസനം ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. രണ്ടാം ദിനത്തിലേക്ക് കളക്ഷൻ ഫൈനലായിട്ട് നോക്കുകയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 8,14,00,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. 9.5 കോടിയോളമായിരിക്കാം സിനിമയുടെ ഫൈനലായിട്ടുള്ള കളക്ഷൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്താണേലും ആദ്യ ദിനം 11 കോടി കിട്ടിയ സിനിമ രണ്ടാം ദിനം 9 കോടി കടക്കുമ്പോൾ 20 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുകയാണ്. മൂന്നാം ദിനം രാവിലെ തന്നെ 7 കോടി കടക്കുമ്പോൾ 27 കോടിയും ബോക്സ് ഓഫീസിൽ നിന്ന് തൂക്കിയിരിക്കുന്നു. ആദ്യ ദിനം 50 കോടി കടന്ന ചിത്രം രണ്ടാം ദിനം 35-40 കോടി നേടുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 85-90 കോടിയായിരിക്കാം സിനിമയ്ക്ക് വരുന്നത്. അതായത് രണ്ടാം ദിനത്തിൽ തന്നെ സിനിമയുടെ 100 കോടി നമുക്ക് ആഘോഷിക്കാമെന്നാണ് ചുരുക്കി പറയുന്നത്. കാരണം മൂന്നാം ദിനത്തെ പ്രീ സെയിൽ കൂടെ ചേർക്കുമ്പോൾ ഈ സിനിമ 100 കോടി കടക്കുന്നു എന്നുള്ളത് തന്നെ. ആദ്യ വാരത്തിൽ 48 കോടിയായിരുന്നു ആദ്യ ദിനത്തെ കളക്ഷനായി സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായത്. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ബോക്സ് ഓഫീസ് കിങ് അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് എങ്ങനെയാണ് തൂക്കിയടിക്കുന്നത് എന്ന് ലാലേട്ടൻ കാണിച്ചു തരികയാണ്. റെക്കോർഡ് ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 4,83,000 ടിക്കറ്റുകളാണ് രണ്ടാം ദിനവും വിറ്റുപോയിരിക്കുന്നത്. മൂന്നാം ദിനവും അതിന് മുകളിലേക്ക് വരും. ആദ്യ ദിനം 5,96,000 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ആദ്യ ദിനം ഈ ഒരു സിനിമയുടെ വിറ്റുപോയത് 10 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളായിരുന്നു. അതും ആദ്യ ദിനത്തിലാണ്. അതിനകത്തിൽ 5 ലക്ഷത്തി അല്ലെങ്കിൽ 6 ലക്ഷത്തിനടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയതായി കണക്കുകളും വരുന്നത്. സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് ഈ ഒരു സിനിമ പോകുമ്പോൾ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം അതേപോലെ തന്നെയുള്ള വിപ്ലവമാണ് ഈ ഒരു സിനിമ സൃഷ്ടിക്കുന്നത്. അവിടെയൊക്കെ വമ്പൻ ഹിറ്റുകൾ ഓടുമ്പോഴും ഈ ഒരു സിനിമ കൊയ്ത്ത് ഗംഭീരമായി തുടരുകയാണ്. കർണാടകത്തിൽ നിന്ന് ഏകദേശം 4 കോടിക്കടുത്തേക്ക് ഈ ഒരു സിനിമ എത്തുന്നു. ആന്ധ്ര തെലങ്കാനയിൽ 3 കോടിക്കടുത്തേക്കും തമിഴ്നാട്ടിൽ നിന്ന് 2 കോടിക്ക് മുകളിലേക്കും ഈ ഒരു സിനിമ എത്തുന്നു എന്നുള്ളതാണ്. ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം. എന്തായാലും കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും കമൻസുകൾക്കും കാര്യങ്ങളുമൊക്കെ മണിക്കൂറിൽ ഇതാ വീണ്ടും 20,000 മുകളിലേക്കുള്ള ടിക്കറ്റുകൾ വിൽപ്പന തുടങ്ങാൻ പോകുന്നു. ശനി ഞായർ ദിനങ്ങളിലൊന്നും തന്നെ ടിക്കറ്റ് കിട്ടാനില്ല. തിങ്കളും ബുക്കിംഗാണ്. എവിടെ നോക്കിയാലും റെഡ് അലേർട്ട് തന്നെ പറയാം. കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളും 95% തിയേറ്ററുകളിലും നമുക്ക് ആ റേഞ്ചിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഷോകളും എല്ലാ തിയേറ്ററുകളിലും അങ്ങനെയാണ്, ഷോകളിലും അങ്ങനെ തന്നെയാണ്. ചുരുക്കം ഷോകൾക്ക് ടിക്കറ്റ് അവൈലബിൾ എന്നുള്ളതാണ്. ഇത് ഒരു സിനിമയുടെ ആദ്യ ദിനം ഇത്ര ലക്ഷത്തോളം ജനങ്ങൾ കണ്ടിട്ട് മൂന്നാം ദിനത്തിലും 4-ാം ദിനത്തിലുമുള്ള കണക്കുകളാണ് നമ്മൾ പറയുന്നത്. വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാം. ലാൽസലാം.